ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എങ്ങനെ ആ സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് അതിൽ AI സ്റ്റിക്കേഴ്സ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനാണ് വേണ്ടത്. ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി ഇടുക. എല്ലാവരും സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് AI സ്റ്റിക്കർ ഇങ്ങനെ ആഡ് ചെയ്യാനുള്ളതെന്ന് അടിപൊളിയാണ്. എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം മുകളിൽ നമ്മൾ സ്റ്റോറി ഇടുന്ന ഓപ്ഷനുണ്ട്. നമ്മൾ മുകളിൽ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു സ്റ്റോറി, പോസ്റ്റ്, റീൽസ് എന്നൊക്കെ പറഞ്ഞാൽ അതിലുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. മൂന്നാമതായിട്ടാണ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ക്യാമറ യൂസ് ചെയ്ത് നമ്മളെ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അതിനുശേഷം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാൻ നമ്മുടെ വീഡിയോയുടെ തമ്പനെയിൽ തന്നെ ഞാനിത് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ നമ്മൾ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ധാരാളം ഓപ്ഷൻസൊക്കെ വരും. ഓപ്ഷൻസ് വന്നതിന് ശേഷം AI സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കിതിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ധാരാളം കോട്ടൊക്കെ വരുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള കോട്ട് നമുക്ക് തന്നെ ഈസി ആയിട്ട് ട്രൈ ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ജസ്റ്റ് ഈ ഒരു നമുക്ക് ജസ്റ്റ് സൺഫ്ലവർ എന്ന് പറഞ്ഞൊരു ഇതിൽ തന്നെ വരുന്ന ഒരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ധാരാളം കോട്ടുകളൊക്കെ നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാൻ നമുക്ക് ധാരാളം കോട്ടുകൾ ഉപയോഗിച്ച് AI സ്റ്റിക്കേഴ്സ് ജനറേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമേജസൊക്കെ ലോഡായിട്ട് വരികയാണ്. ഇതാണ് നമ്മുടെ ഇമേജസൊക്കെ. ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇത് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒന്നൊക്കെ കാണിച്ചു തരാം. ജസ്റ്റ് ടൈഗർ പ്ലേയിങ് ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് കാണാം. ഈസി ആയിട്ട് നമ്മൾ ടൈഗറൊക്കെ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന അടിപൊളി ഇമേജസാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ, ബെല്ലൈക്കൻ കൂടി നാം വേണം. അടുത്ത വീഡിയോ ആയിട്ടുള്ള കണ്ടുമുട്ടാനുള്ള പ്രതീക്ഷയോടെ ബായ്.